ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് മെയ് മാസം 1-ാം തീയതി പരിശുദ്ധ അമ്മയുടെ വണക്കമാസം ആരംഭിക്കുന്ന ദിവസമാണ്. അമ്മയോടൊപ്പം ചേർന്ന് അമ്മയുടെ കൂടെ നടന്ന് അമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് യേശുവിലോട്ട് അടുക്കുവാനും അവൻ്റെ കൃപാവരങ്ങൾ സ്വീകരിക്കുവാനുമുള്ള ദിവസങ്ങളാണ്. ഈ ദിവസങ്ങൾ നമുക്ക് ഏറ്റവും ഭക്തിയോടും ധ്യാനത്തോടും വിശ്വസ്തയോടും കൂടെ ആയിരിക്കാൻ ശ്രമിക്കാം. ഇന്ന് പരിശുദ്ധ അമ്മ ദൈവമാതാവ് എന്നൊരു വിശേഷണത്തെക്കുറിച്ച് നമുക്ക് ധ്യാനിക്കാം. പരിശുദ്ധ അമ്മ എങ്ങനെയാണ് ദൈവമാതാവാകുന്നത്? മറിയം പിതാവായ ദൈവത്തിൻ്റെ അമ്മയെന്നോ മറിയത്തിൽ നിന്ന് ദൈവം ഉത്ഭവിച്ചോ എന്നല്ല. മറിയത്തിൽ നിന്ന് ക്രിസ്തു ജനിച്ചു, ക്രിസ്തു സത്യദൈവമായിരിക്കുന്നു. ഈ സത്യദൈവത്തിൻ്റെ അമ്മയാകാനുള്ള ഭാഗ്യം മറിയത്തിന് ലഭിച്ചു. ഈ കാരണത്തിലാണ് തിരുസഭ പരിശുദ്ധ അമ്മയെ ദൈവമാതാവ് എന്നൊരു വിശേഷണത്തോടുകൂടി ആരാധിക്കുന്നത്. 3-ാം നൂറ്റാണ്ടിൽ ഇവയെക്കുറിച്ച് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും AD 431 നടന്ന എഫേസൂസ് സുനകദോസ് പരിശുദ്ധ അമ്മയുടെ ദൈവമാതൃത്വത്തെ ഒരു വിശ്വാസ സത്യമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. യേശുവിനെ ദൈവമായിട്ട് നാം അംഗീകരിക്കുകയാണെങ്കിൽ യേശുവിൻ്റെ അമ്മയായ മറിയത്തിൻ്റെ ദൈവമാതൃത്വത്തെ നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, നാം എല്ലാവരും ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിച്ചവരാണ്. നമുക്കെല്ലാവർക്കും ഒരു അമ്മയുണ്ട്. ജീവിതത്തിൽ അമ്മമാരുടെ സാന്നിധ്യം എത്രത്തോളം വലുതാണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ദൈവത്തിൻ്റെ അമ്മയെ നമുക്ക് ഏറ്റെടുക്കാം. അമ്മയോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ശ്രമിക്കാം. അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് യേശുവിലോട്ട് അടുക്കുവാനും അവൻ്റെ കൃപാവരങ്ങൾ സ്വീകരിക്കുവാനും നമുക്ക് ശ്രമിക്കാം. നമ്മളെല്ലാവരിലും മറ്റൊരു ക്രിസ്തുവിനെ രൂപപ്പെടുത്തുക എന്നതാണ് ഈ ദൈവത്തിൻ്റെ അമ്മയുടെ, നമ്മുടെ കർത്താവിൻ്റെ അമ്മയുടെ പരമമായ ലക്ഷ്യം. അവയ്ക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാം. ഈ അമ്മയെ, നമ്മുടെ കർത്താവിൻ്റെ അമ്മയെ അമ്മയായിട്ട് കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനും യേശുവിനോട് അടുക്കുവാനും നമുക്കും തയ്യാറാകാം. ദൈവം അതിനായി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. നിമിഷം അമ്മതൻ ചാരയായുള്ള നേരം ആവേ 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 മരിയ ആവേ